ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. വഖഫ് ബില്ലിനെതിരെ പാർലമെന്റിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി മീഡിയ വണ്ണിനോട് പറഞ്ഞു. മണ്ഡലങ്ങളുടെ പുനർനിർണയ ചർച്ചയിലും ഇന്ത്യ മുന്നണി സംയുക്തമായി പ്രതിഷേധിക്കും. വയനാടിനുള്ള സഹായം കേന്ദ്രത്തോട് സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർലമെന്റിൽ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. കോൺഗ്രസ് നേതാവും ലോക്സഭ അംഗവുമായിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സുരേഷ് ഏട്ടാ, സ്വാഗതം. ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് കോൺഗ്രസ് മുൻപോട്ട് വെക്കാൻ പോകുന്നത്? ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിക്കുകയാണ്. സാധാരണഗതിയിൽ രണ്ടാം ഘട്ടത്തിൽ വരുന്നത് വിവിധ മന്ത്രാലയങ്ങളുടെ ഡിമാൻഡ്സ് ഗ്രാൻസ് ചർച്ച ചെയ്ത് പാസ്സാക്കുക. അതോടൊപ്പം തന്നെ ഡിമാൻഡ്സ് ഗ്രാൻസ് ചർച്ച ചെയ്യാത്ത മന്ത്രാലയങ്ങളുടെ ഇതെല്ലാം ഗില്ലറ്റിലൂടെ പാസ്സാക്കുക. അങ്ങനെ ബഡ്ജറ്റ് പൂർണ്ണമായി പാസ്സാക്കാൻ വേണ്ടിയുള്ള ഒരു സമ്മേളനമാണ്. ഈ സമ്മേളനം തീർച്ചയായും ഗവൺമെന്റിന്റെ ചില ബില്ലുകൾ കൊണ്ടുവരുമെന്ന് കേൾക്കുന്നു. അതിൽ പ്രധാനം വഖഫ് ബില്ലാണ്. വഖഫ് ബില്ലിനെ സംബന്ധിച്ച് പ്രതിപക്ഷം ശക്തമായി എതിർത്തിട്ടുള്ളതാണ്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ തുടർന്നാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് വിട്ടത്. ഇപ്പോൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി സുതാര്യമായിട്ടല്ല ചർച്ച നടത്തി ആ ബില്ല് ലോക്സഭയിലേക്ക് വരുന്നത്. അതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഒത്തിരി അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ കമ്മിറ്റിയിൽ അംഗങ്ങളായ പ്രതിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കേൾക്കാതെ ഏകപക്ഷീയമായി ബി ജെ പി നേതാവായ ജഗദാംബിക പാൽ ചെയർമാൻ അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായ നിലപാടുകൾ അനുസരിച്ചാണ് പ്രതിപക്ഷം പറയുന്നൊന്നും കേൾക്കാതെയാണ് ആ ബില്ല് ലോക്സഭയിലേക്ക് പാർലമെന്റിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ആ ബില്ല് നിരാകരിക്കണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശക്തമായ പ്രതിഷേധം ലോക്സഭയിലുണ്ടാകും. രാവിലെ 9:30 ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കാര്യോപദേശ സമിതി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങളൂടെ ഉന്നയിക്കും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് അനുവദിച്ച സാമ്പത്തിക സഹായം അത് ഗ്രാൻഡായി നൽകാതെ വായ്പയായി നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, ആ വായ്പ അനുവദിച്ച തുക ഒരു നിശ്ചിത കാലയളവ് പറഞ്ഞിരിക്കുന്നത് വളരെ കുറഞ്ഞ കാലയളവിനകം അത് ചെലവാക്കണമെന്നുള്ളതാണ്. അത് സംസ്ഥാനത്തിന് മേലൊരു സമ്മർദ്ദം കൂടി ചെലുത്തുകയാണ്. ഒരിക്കലും ഈ തുക ഒരു കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന കാലയളവിൽ പൂർത്തിയാക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, അത് വായ്പയായിട്ടാണ് നൽകി. ഇതിനെ ശക്തമായി എതിർക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടാണ്. പാർലമെന്റ് നിയോജനമുള്ള ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ തമിഴ്നാട് ശക്തമായ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്, കർണാടകത്തിന്റെ ശക്തമായ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്, തെലങ്കാന പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ നിന്ന് ഇതുവരെയും ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു എതിർപ്പോ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായമോ കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ കേരള ഗവൺമെന്റ് ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. എന്നാൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ബജറ്റ് സമ്മേളനത്തിന്റെ ചർച്ചയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. പ്രധാനമായിട്ടും വഖഫ് ഭേദഗതി ബിൽ അടക്കമുള്ളവ അവതരിപ്പിക്കാനിരിക്കുന്ന സ്ഥിതിക്ക് വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നും പാർലമെന്റ് അകത്തും പുറത്തും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം സജു തോമസ്, മീഡിയ 1.